Hello guys, welcome to the cookery show. എൻ്റെ പേര് രഞ്ജിത്ത്. ഇന്ന് എൻ്റെ കൂടെ ഈ കുക്കറി ഷോയിൽ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ രണ്ട് ലിറ്റിൽ പ്രിൻസസ് ഉണ്ട്. പ്രിൻസസ് അനിഷ്ക ആൻഡ് പ്രിൻസസ് തരിശ്വി. കുക്കറി ഷോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 3 റെസിപ്പീസ് ആണ്. അതിൽ 2 റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും വളരെ പ്രോട്ടീൻ റിച്ച് ആയ പവർ ബോൾസ് ആണ്. അതുപോലെ തന്നെ ഡ്രിങ്ക് ആയ മാംഗോ മസ്താൻ. അങ്ങനെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. ആ റെസിപ്പി തന്നെ നമ്മൾ ആക്ച്വലി 2 ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഐറ്റംസ് ആണ്: ഒന്ന് ഡേറ്റ്സ്, ഒന്ന് ആൽമണ്ട്, ഒന്ന് വാൾനട്ട്, ഒന്ന് പിസ്റ്റാഷ്യോസ്, ഒന്ന് കാഷ്യൂനട്ടും, പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സെസമി സീഡ്സും. പിന്നെ ഈ നട്ട്സിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ നട്ട്സും കൂടെ ആഡ് ചെയ്യാം. അതായത് സൺഫ്ലവർ സീഡ്സ്, പംപ്കിൻ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇന്നിപ്പോൾ ഈ കൊണ്ടുവന്ന സീഡ്സ് ആക്ച്വലി എൻ്റെ പ്രിൻസസിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ നട്ട്സ് മാത്രം ആഡ് ചെയ്തത്. അത് കൂടുതൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഡിഷിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആൽമണ്ട്, വാൾനട്ട്, പിസ്ത, കാഷ്യൂനട്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയി കാണും. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ചൂടാറിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പാടുള്ളേ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സിയിലോട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കുറച്ച് ഗ്രൈൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മധുരത്തിന് വേണ്ടി നമുക്ക് 2 ഡേറ്റ്സ് ആഡ് ചെയ്യാം. 1 ഡേറ്റ്സ് ആണ്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മളിത് ഏകദേശം ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബോളിൻ്റെ ഷേപ്പിലും അതുപോലെ ഒരു ബാറിൻ്റെ ഷേപ്പിലും. ഇത് നിങ്ങൾക്ക് തന്നെ പല ഷേപ്പിലുണ്ടാക്കും. കുട്ടികൾക്ക് ഒരുപാട് ആകർഷിക്കാനാണെങ്കിൽ ഇതിനെ നമുക്ക് ഹാർട്ട് ഷേപ്പിലും അതുപോലെ ലവ് ഷേപ്പിലും സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്യാം. ഇതിൻ്റെയൊക്കെ മൗൾഡ് നമുക്ക് ഷോപ്പിൽ തന്നെ ഈസിലി അവൈലബിൾ ആണ്. സോ നമുക്കിനി ആ പ്രോസസ്സിലോട്ട് കിടക്കാം. പോയി കൊള്ളാമല്ലോ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഇതും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ഏകദേശം നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെയിം ഐറ്റമാണ്. അത് നമ്മൾ 2 ഡിഷായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചോക്കോ ബാറും അതുപോലെ തന്നെ എനർജി ബോൾസും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെസമി സീഡ് ആഡ് ചെയ്യാം. ഈ സെസമി സീഡ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു ഭംഗി കിട്ടും. അപ്പം കുറച്ചും കൂടെ പ്രസൻറ്റേഷൻ നല്ലതായിരിക്കും. അപ്പോൾ സോ എല്ലാവർക്കും അത് കഴിക്കാൻ കുറച്ച് ആഗ്രഹം തോന്നും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ എനർജി ബാർസ് നമുക്ക് കുട്ടികളെ കുറച്ചും കൂടെ ആകർഷിപ്പിക്കാൻ ഇതിനെ നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡാണ്. ഇത് ന്യൂട്രല പോലത്തെ സ്പ്രെഡല്ല. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല, ഇതിനകത്തൊരു ആർട്ടിഫിഷ്യൽ കളറും ഇല്ല, ഇതിനകത്ത് പാം ഓയിൽ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ ഇതിനകത്ത് റിഫൈൻഡ് ഷുഗറും ആഡ് ചെയ്തിട്ടില്ല. സോ ഇതിനകത്ത് അതുപോലെ ഈ ഷുഗറിന് പകരം അവർ ആഡ് ചെയ്തിരിക്കുന്നത് ജാഗ്രി. സോ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കായാലും ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സ്പ്രെഡാണ് ഞാൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഈ നേരത്തെ പറഞ്ഞ ഹേസൽനട്ട് സ്പ്രെഡ് ഞാനിത് ഡിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാണ്. നമ്മളിത് ഡിപ്പ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മളിത് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കും. ചോക്ലേറ്റിലും കൂടി ഇത് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ അത് കൂടുതലും ആകർഷിപ്പിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എനർജി ബാറാണിത്. അടുത്തത് നമ്മൾ ആക്ച്വലി ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. ഇതൊന്നും വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ എടുത്ത നട്ട്സ് തന്നെ ഒന്ന് പൊടിച്ചെടുത്തേ ഉള്ളൂ. ആ നട്ട്സ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതായിരിക്കും ഒന്ന് സെറ്റാകാൻ. അങ്ങനെ നമ്മുടെ ചോക്കോ പവർ ബാർ സെറ്റായിരിക്കുകയാണ്. ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ആ മാംഗോ മസ്താനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളെന്ന് പറഞ്ഞ് എന്തൊക്കെയാ വേണ്ടേ? മാംഗോ, മിൽക്ക്, ഐസ്ക്രീം, മിൽക്ക് മേഡ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ജാറിലോട്ട് കുറച്ച് മാംഗോസ് ഇടാം. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം എടുക്കാം. ഇനി കുറച്ച് മിൽക്ക് മേഡ് ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇത് അങ്ങോട്ട് ഇടാമേ കപ്പിലോട്ട്. ഇനി നമുക്ക് കുറച്ച് ഗാർണിഷിനായിട്ട് നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ അതിൻ്റെ കുറച്ച് പൊടി. മാംഗോ മസാല അവിടെ റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ 3 ഡിഷസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 2 ഡിഷായ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ച് ആയ ചോക്കോ പവർ ബോൾസ്, അതുപോലെ നമ്മളെ പ്രോട്ടീൻ റിച്ച് ആയ എനർജി ബോൾസ് ആൻഡ് ഫൈനലി മാംഗോ മസാല. ഇത് നമുക്കൊന്ന് ഇനി രുചിച്ച് നോക്കിയാലോ? എങ്ങനെയുണ്ട് മോളെ? നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഡിഷൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ വി ആർ സൈനിങ് ഓഫ്. ഐ എം രഞ്ജിത്ത്. I am Dhanushri Ranjit. Bye. Bye.